ഏവർക്കും സുപ്രഭാതം. അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒരു വാക്കാണ് ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്ന്. അത് ശരിയല്ല കേട്ടോ. നീതിമാനാണ് പന പോലെ തഴയ്ക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദുഷ്ടൻ മുളയ്ക്കും, പുല്ലുപോലെ മുളയ്ക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ തമ്മിലുള്ള പ്രത്യേകത? പുല്ലുപോലെ മുളയ്ക്കുന്ന ദുഷ്ടൻ വളരെ പെട്ടെന്ന് നശിച്ചു പോകും. നാം വായിക്കുന്നു, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അത് വളരെ പെട്ടെന്ന് ഇല്ലാതായിട്ട് തീരുന്നതാണ്. താൽക്കാലികമായിട്ട് വളരെ പെട്ടെന്ന് മുളച്ചു വരുന്നു എന്ന് വരികിലും അത് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി തീരുന്നതാണ്. എന്നാൽ നീതിമാൻ പന പോലെ തഴയ്ക്കും എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു നാളും നശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ കരുത്തോടുകൂടി ഉയർന്നു വരുന്ന ഒരു വൃക്ഷമാണല്ലോ പന എന്ന് പറയുന്നത്. അതെ, നീതിമാൻ അങ്ങനെയാണ്. യഹോവയിൽ ആശ്രയിച്ച് യഹോവയിൽ ആശ്രയം കണ്ടെത്തി ജീവിക്കുന്ന ഏതൊരു നീതിമാനും പരാജയപ്പെടുകയില്ല. ഒരിക്കലും തകർന്നു തളർന്നു പോകുവാനും ദൈവം അനുവദിക്കുകയില്ല. പന പോലെ തഴയ്ക്കുവാൻ ഇടയായിട്ട് തീരും. ഏത് വഴിയാണ് നമ്മുടെ വഴിയെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് ഇന്ന് പകലിൽ നമ്മുടെ പ്രയാണം ആരംഭിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാണ്.